ഹലോ ഗൈസ്, മല്ലു കാനഡയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് മില്ലറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ കനേഡിയൻ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 2 വർഷത്തെ ഗ്യാപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇനി സ്റ്റഡി പെർമിറ്റ് സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വരുന്നവരുടെ എണ്ണം 2 വർഷത്തേക്ക് കുറയ്ക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തോളം സ്റ്റുഡൻസാണ് കാനഡയിൽ പഠിക്കാനായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഇൻടേക്ക് തുടങ്ങി അത് 35% കുറയ്ക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. പക്ഷേ ഇത് ഓരോ പ്രോവിൻസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒൻറ്റാരിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ, നോവാസ്കോഷ്യ ഈ 3 പ്രോവിൻസുകളിൽ 50%-ഓളമാണ് ഈ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് മെയിൻലി ഈ ഇപ്പം നാട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് ഈ 3 പ്രോവിൻസുകളിലേക്കാണ്. അപ്പം ഈ 3 പ്രോവിൻസുകളിലും റീസൺലി ഭയങ്കരമായിട്ട് ജോലി കുറവ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ്റെ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനും ഈ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാക്കിയുള്ള പ്രോവിൻസുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അവിടേക്ക് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മറ്റുള്ള പ്രോവിൻസുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി മറ്റുള്ള പ്രോവിൻസുകളിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് അവിടുത്തെ പ്രൊവിൻസ് അറ്റസ്റ്റേഷൻ ലെറ്റർ വേണം. അതായത് ആ കുട്ടിക്ക് ഇപ്പോൾ വരുന്ന ആ ഒരു കുട്ടിക്ക് അവിടെ ജീവിത സാഹചര്യങ്ങളുണ്ടെന്നും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന പ്രൊവിൻസ് അറ്റസ്റ്റേഷൻ ലെറ്റേഴ്സ് ഇനി മുതൽ വേണം. ഈ ഒരു മാറ്റം അനുസരിച്ച് ഏകദേശം ഇപ്പോൾ ഒൻറ്റാരിയോ പ്രോവിൻസിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടിക്ക് റിജക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലും മറ്റുള്ള പ്രോവിൻസുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുമായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കനേഡിയൻ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സിന് താഴെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പബ്ലിക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മോഡൽസിലുള്ള കുട്ടികൾക്ക് ഇനി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുന്നതല്ല. അതായത് കനേഡിയൻ റൂൾ അനുസരിച്ച് ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് കോഴ്സ് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് കയറാം. പക്ഷേ പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ വർക്ക് പെർമിറ്റ് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി മുതൽ കാനഡയിലേക്ക് വരാനായിട്ട് അപ്ലൈ ചെയ്യുന്നവർ അവരുടെ കോളേജുകളെ കുറിച്ച് ഒരു അത്യാവശ്യം ഒരു സ്റ്റഡികൾ നടത്തണം. അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതല്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിത്തം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ വരും. ഇത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രൈവറ്റ് കോളേജുകളിൽ വരുന്ന കുട്ടികൾ നമ്മൾ മെയിൻ ഇവിടെ വരുന്നു പഠിക്കാൻ. പക്ഷേ ഇവർ പഠിക്കണേ ഫോക്കസ് ചെയ്യാതെ ഊബർ ഓടാൻ പോവുക അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് ഉഡായ്പ് കാണിച്ച് നടന്നിട്ട് പിന്നെ വർക്ക് പെർമിറ്റിലേക്ക് കയറും. അപ്പോൾ അവരെ കൊണ്ട് മെയിൻലി ഗവൺമെൻറ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ലോ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്പൗസ് വിസയിൽ വരുന്നവർക്കുള്ള ലിമിറ്റേഷൻ. അതായത് ലിമിറ്റേഷൻ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇനി മുതൽ കിട്ടുന്നതല്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് നാട്ടിൽ നിന്ന് അവരുടെ പാർട്ട്ണറെ സ്പൗസ് വിസയിൽ ഇവിടെ കൊണ്ടുവരാം. ഈ വരുന്ന സ്പൗസിന് ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റ്, അതായത് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് അങ്ങനെ കിട്ടുന്നില്ല. അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ ഇവിടെ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്. ഇത് പക്ഷേ ഇതിന് അവരൊരു പ്രത്യേക ഒരു കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതായത് മെഡിസിന്, ലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD പ്രോഗ്രാംസ് ഈ കാറ്റഗറിയിൽ ചെയ്യുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്പൗസിന് ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കിട്ടും, അവർക്ക് ജോലി ചെയ്യാം. അല്ലാതെ ചുമ്മാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ബാക്കിയുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായ IRCCയിൽ അവൈലബിൾ ആണ്. എങ്കിൽ പോലും അതിന് കൂടുതൽ ഡീറ്റെയിൽസ് 2 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്നാണ് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി മെയിൻ ഇങ്ങനെ ഈ ഒരു തീരുമാനം 2 ആംഗിളിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ധാരാളം കുട്ടികളാണ് കാനഡയിലേക്ക് ഓരോ ഇൻടേക്കിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ജോലിയില്ല, അതുപോലെ അക്കോമഡേഷൻ ഇല്ല. ഇനിയിപ്പോൾ ഒരു അക്കോമഡേഷൻ കിട്ടിയാൽ തന്നെ ഒരു റെൻ്റ് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവിത ചെലവുകളായാലും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറമാണ്. ഇപ്പോൾ ഏറ്റവും ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ GIC
എമൗണ്ട് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്തായിരുന്നത് 12 ലക്ഷത്തോളം രൂപയിലേക്ക് മാറി. ആ ഒരു എമൗണ്ട് തന്നെ അവിടെ അത്രയും ഡിഫറൻസ് വരാണ്. പിന്നെ ബാക്കി എങ്ങനെ വന്നാലും ഇതുപോലെ ലോണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഇത് ചെയ്തിട്ടായിരിക്കും ഇവിടെ കുട്ടികൾ വരുന്നത്. ഇനി ഇവിടെ വന്നതിന് ശേഷം അവർക്ക് അടുത്ത ടാസ്ക് കണ്ടുപിടിക്കുക, അടുത്ത ഫീസ് അടയ്ക്കാനുള്ള പൈസ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെല്ലാം വേണ്ടത് മെയിൻ ആയിട്ടൊരു ജോബാണ്. അപ്പം അത് ഇവിടെ കുറച്ച് ടാസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇനി കുറയ്ക്കാനും കുട്ടികൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഈ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്നത്. പക്ഷെ ഗവൺമെൻറ്റിനും ഇതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മെയിൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് കനേഡിയൻ കോളേജസിൻ്റെ മെയിൻ ഇൻകം അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു 2 വർഷത്തെ ആ ഒരു ഇടിവ് വരുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഓരോ ഇൻടേക്കിലും ഇത്രയും കുട്ടികളെ കണ്ടുകൊണ്ടും ഓരോ കോളേജുകൾ അവരുടേതായ മാറ്റങ്ങൾ വരുത്തും. സ്വാഭാവികമായിട്ടും ഓരോ വർഷവും പുതിയ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനുള്ള ലെക്ചേഴ്സിനെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യും, അതുപോലെ പുതിയ പുതിയ ബിൽഡിങ്സ് കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഈ വരുന്ന ഓരോ ഇൻടേക്കിലും വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഈ കോളേജുകളെ ബാധിക്കുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഗ്രോത്തിന് വെക്കുന്നൊരു പങ്ക് അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റാവുന്നതല്ല. കാരണം ഇപ്പോൾ ഒരു കോളേജ് ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു കോളേജ് ആണെങ്കിൽ പോലും അവിടേക്ക് കുറേ കുട്ടികൾ വരുന്നു. അപ്പോൾ അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്സ് വരുന്നു. അപ്പോൾ അവിടെ പല പല ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതെല്ലാം കുറയും. പക്ഷേ ഇവർ അതേ ഇതിൽ തന്നെ വേറെ പ്രൊവിൻസിലേക്കും ഈ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 2 ആംഗിളിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നല്ലതുകൊണ്ട് എന്നാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് IRCCയുടെ വെബ്സൈറ്റ് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.